എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യ യേശുവേ എല്ലാവരും ചേർന്ന് സ്തുതിച്ചുകൊണ്ട് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഇന്നും ജീവിക്കുന്ന യേശുവേ ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം പ്രസാദപര മാതാവേ, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ആരാധന ഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമേ, പരിശുദ്ധമേ, കൃപാസനം കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. കൃപാസനത്തിലെ തിങ്കളാഴ്ച ഉടമ്പടി ധ്യാനത്തിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം പ്രസാദപര മാതാവേ, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ ചൊവ്വാഴ്ച ധ്യാനത്തിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേ. ശ്രുതികടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ഓ ദിവ്യ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി ധ്യാനം ഇത്രയും കൃത്യമായി നമ്മൾ മുടങ്ങാതെ നടത്തുന്നത്? പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിൽ ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷേ ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് നമ്മുടെ വിശ്വസ്തത. നമ്മൾ വിശ്വസ്തതയിൽ വീണു പോകാതിരിക്കാനാണ് നമ്മൾ മുടങ്ങാതെ ഉടമ്പടിയുടെ ദൈവത്തോട് ചെയ്ത എല്ലാ വിശുദ്ധീകരണ നടപടികളും ദൈവസ്നേഹത്തോടെ നമ്മൾ നിവൃത്തിയാക്കുന്നത്. വിശുദ്ധ പത്രോസ്ലീഹ സഭയിൽ വീണു പോകുന്നവരെ ആദ്യം കണ്ടയാളാണ്. ക്രിസ്തീയമായ ദൈവവിളി കിട്ടിയിട്ട് ആ ക്രിസ്തീയമായ ദൈവവിളിയിൽ വീണു പോകുന്നവരെ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട് സഭയിൽ. അപ്പം വിശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് വീണു പോകാനുള്ള സാധ്യത. വിശ്വാസം സ്വീകരിച്ചവരും വിശ്വാസത്തിലേക്ക് വന്നവരും ആദ്യം പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ വീണു പോകാൻ ഇടയാക്കല്ലേ എന്നാണ് പ്രാർത്ഥിക്കുക. കർത്താവേ നിത്യത വരെ എത്തുന്ന അമൂല്യമായ ദാനങ്ങള് ഉൾക്കൊള്ളുന്ന വാഗ്ദാനങ്ങള് ഉൾക്കൊള്ളുന്ന വിശ്വാസം എനിക്ക് നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ എന്റെ വിശ്വാസത്തിൽ ഞാൻ വീണു പോകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കൃപാസനം മാതാവിനും യേശുക്കും ഒത്തിരി ഒത്തിരി നന്ദി. എൻ്റെ പേര് അഗസ്റ്റിൻ ഡേവിസ്. ഞാൻ ബഹ്റൈനിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈനായിരുന്നു. അത് May 1, 2022 പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് 15 July 2023 അതൊരു ഫൈനാൻസ് ഇഷ്യൂസായിട്ട് ആയിരുന്നു ഞാൻ ഇവിടെ വന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം May 2 ഉടമ്പടി പുതുക്കി. അപ്പോൾ ആ ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. അപ്പോൾ എനിക്ക് കമ്പനിയുടെ ഒരു ഓണർഷിപ്പ് കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കിയത്. ഈ ഓണർഷിപ്പ് പുതുക്കി കഴിഞ്ഞിട്ട് മെയിൻലി എൻ്റെ ഇഷ്യൂസ് ആയിരുന്നു ഞങ്ങളുടെ കമ്പനിയിലെ ബിസിനസ് ഇല്ലായിരുന്നു. ഞാൻ മാത്രമേ കമ്പനിയിലുള്ളൂ, വേറെ ഒരു വർക്കറും ഇല്ല. ഞാൻ ഇത് കമ്പനി റൺ ചെയ്യുമ്പോൾ ഓർഡേഴ്സ് വരുന്നുണ്ട്, പക്ഷേ അതിലൊരു പ്രോഫിറ്റൊന്നുമില്ല. കട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് മാത്രം സാലറി കിട്ടുന്നുണ്ട്. ആ സാലറിയും എനിക്ക് 10 വർഷം മുമ്പേ കിട്ടിക്കൊണ്ടിരുന്ന സാലറി ആയിരുന്നു. പക്ഷെ അതിനൊന്നും കുഴപ്പമില്ലായിരുന്നു. ഞാൻ മാതാവിനെ നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കമ്പനി നടത്തിക്കൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഒക്ടോബറിൽ ഞാനിവിടെ ജപമാല റാലിയിൽ വരാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, October 26. അപ്പോൾ ഞാൻ October 1st വീക്കിൽ ഞാൻ എൻ്റെ കമ്പനിയുടെ അക്കൗണ്ട്സ് എടുത്ത് നോക്കി, കമ്പനിയുടെ ടേൺ ഓവർ എത്രയാണെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ കമ്പനിയുടെ ടേൺ ഓവർ 3.5 കോടി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ചിലവൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഒക്കെ മാനേജ് ചെയ്ത് കഴിഞ്ഞിട്ടും പ്രോഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു. അതൊക്കെ അഗെയിൻ കട്ട് ടു കട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ 3.5 കോടിക്ക് ടേൺ ഓവർ കണ്ടപ്പോൾ ഞാൻ മാതാവോടൊന്ന് പറഞ്ഞു, മാതാവേ ഇനിയും 2 മാസമുണ്ട്, December 31 അവിടുത്തെ ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ്. ഞാൻ പറഞ്ഞു ഈ 2 മാസത്തിൽ എനിക്ക് ഒരു 1.5 കോടിയുടെ ടേൺ ഓവർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? കാരണം അത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പ്രോഫിറ്റിലേക്ക് കമ്പനി കൊണ്ടുപോകാൻ പറ്റും.
ഞാനത് മാതാവോട് അങ്ങനെ ആഗ്രഹിച്ചു, അങ്ങനെ പറഞ്ഞു. ഒക്ടോബർ 22 ഞാൻ അറിയാത്ത ഒരു ക്ലയൻറ്റ് എന്നെ ഫോൺ വിളിച്ചു. അവർ പറഞ്ഞു അവർക്ക് ഒരു പ്രൊഡക്റ്റ് ഒത്തിരി അർജൻറ്റായിട്ടാണ് വേണ്ടിയത്. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തു. ഒക്ടോബർ 24 ഈവനിങ് ഫ്ലൈറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ നാട്ടിലേക്ക് വരാനായിട്ട്, ജപമാല റാലിയിൽ പാട്ട് എടുക്കാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഒക്ടോബർ 22 എനിക്ക് കോൾ ചെയ്തു. ഒക്ടോബർ 24 രാവിലെ പുള്ളിക്കാരൻ എനിക്ക് സാമ്പിൾ തന്നു. ആ സാമ്പിൾ ഞാൻ അപ്പം തന്നെ യൂറോപ്പിലേക്ക് അയച്ചു. ഞാൻ സെയിം ഡേ ഈവനിങ് ഞാൻ ഫ്ലൈറ്റ് എടുത്ത് ജപമാല റാലിയിൽ വന്നപ്പോൾ മാതാവോട് ഞാൻ സമർപ്പിച്ചു ആ പ്രയർ. പിന്നെയും മാതാവോട് സെയിം പ്രയർ ഞാൻ സമർപ്പിച്ചത്, മാതാവെ ടേൺ ഓവർ എങ്ങനെയെങ്കിലും മാതാവ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക്. ഞാൻ തിരിച്ച് 26 സെയിം രാത്രി ഞാൻ തിരിച്ച് ബഹ്റിനിലേക്ക് പോയി. ഞാൻ അതിൻ്റെ കൊട്ടേഷനൊക്കെ സബ്മിറ്റ് ചെയ്തു. നവംബർ 2 ആയപ്പോൾ എനിക്ക് ആ ഓർഡർ അങ്ങ് കിട്ടി. അത് 50 ലക്ഷത്തിൻ്റെ ഓർഡറായിരുന്നു. അത് കിട്ടിയപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവോട് പറഞ്ഞു, അമ്മേ 1 കോടിയുടെ ബാക്കിയുണ്ട്, എന്നാലേ ഈ കമ്പനി എനിക്ക് പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഞാൻ തന്നെയാണ്, എനിക്ക് ഒരാളുടെ വെക്കാൻ ആഗ്രഹമുണ്ട്. നവംബർ പകുതി ആയപ്പോൾ ഈ സെയിം പ്രോഡക്റ്റിന് വേണ്ടി പിന്നെയും ഒരു ടെൻഡർ ഇറങ്ങി. ഇത് വേറെ ഒരു ക്ലയൻ്റ് ആയിരുന്നു, ഇതായിരുന്നു ആക്ച്വൽ എൻഡ് യൂസർ. ഈ ടെൻഡർ ഇറങ്ങിയപ്പോൾ തന്നെ ആ ടൈമിൽ തന്നെ ഞങ്ങൾക്കൊരു സർക്കുലർ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാങ്ക് വേറെ ഒരു വലിയൊരു ബാങ്ക് ടേക്ക് ഓവർ ചെയ്യുകയെന്ന്. അത് ഡിസംബർ 1 തൊട്ട് അതിൻ്റെ ഓൺലൈൻ പ്രൊസീഡിങ്സും എല്ലാം അങ്ങ് മാറും. ഈ ടെൻഡറും വന്നത് ഡിസംബർ 1 ഫൈനൽ ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ടെൻഡറിലേക്ക് വർക്ക് ചെയ്തു. നവംബർ 30 ഒരു സാറ്റർഡേ ആയിരുന്നു. ഞാൻ സാധാരണ എല്ലാം 7 days a week ഞാൻ വർക്കിംഗ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഡിസംബർ 1 സൺഡേയാണ്, ഞാൻ നവംബർ 30 സാറ്റർഡേ എൻ്റെ ടെൻഡർ സബ്മിറ്റ് ചെയ്തോളാം, ഇതെല്ലാം ഓൺലൈനാണ്. അപ്പോൾ ഇതിലൊരു ബിഡ് ബോണ്ട് ഉണ്ട്. ആ ബിഡ് ബോണ്ട് നമുക്ക് ഓൺലൈൻ ബാങ്കിങ് വഴിയാണ് ചെയ്യേണ്ടത്. ഞാൻ ഫ്രൈഡേ വന്നപ്പോൾ നവംബർ 29 ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ഡേ ഞാൻ റെസ്റ്റ് എടുക്കാം. കണ്ടിന്യൂസ് വർക്കിംഗ് ചെയ്തിട്ട് ഒത്തിരി ടയർഡായി. പക്ഷെ ഞാൻ റെസ്റ്റ് എടുക്കാൻ നോക്കുമ്പോൾ ആരോ എന്നോട് പറയുന്നുണ്ട്, നീ റെസ്റ്റ് എടുക്കണ്ട, നീ ഓഫീസിലേക്ക് പോ, ആ ബിഡ് അങ്ങ് സബ്മിറ്റ് ചെയ്യുക. ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി, പക്ഷെ അത് പറ്റുന്നില്ല എനിക്ക്. ഞാനപ്പോൾ എങ്ങനെയോ ഞാൻ ഓഫീസിൽ പോയി ഞാൻ ആ ടെൻഡർ സബ്മിറ്റ് ചെയ്തു. ഓൺലൈൻ ബിഡ് ബോർഡും ഞാൻ നവംബർ 29 ഞാൻ സബ്മിറ്റ് ചെയ്തു. ഫുൾ ടെൻഡർ കാര്യങ്ങൾ ഞാൻ നവംബർ 29 തന്നെ തീർത്തു. പിന്നെ നവംബർ 30 സാറ്റർഡേ ഞാൻ വെറുതെ വേറൊരു കാര്യത്തിന് വേണ്ടി ഓൺലൈൻ ബാങ്കിങ് ഞാൻ യൂസ് ചെയ്യാൻ പോയി. ഇതെല്ലാം കമ്പനിയുടെ ബാങ്കിങ് ആണ്. അത് ബാങ്കിങ് ഞാൻ ആക്സസ് ചെയ്യാൻ പോയപ്പോൾ വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ഹാൻഡ് ഓവർ ഓൾറെഡി നവംബർ 30 തുടങ്ങി. അപ്പോൾ ഓൺലൈനായിട്ട് ഓരോ ബാങ്കിങ് ആക്ടിവിറ്റീസും നടക്കുന്നില്ല. ഡിസംബർ 1 ബാങ്കിലാണെങ്കിൽ ഫുൾ ക്രൗഡ് എല്ലാവരും, കാരണം ആ ബാങ്കിൽ ഇരിക്കുന്ന അക്കൗണ്ട്സ് ഉള്ള ആൾക്കാർമാർ ആരുടെയും ഓൺലൈൻ ബാങ്കിങ് വർക്ക് ആവുന്നില്ല. എല്ലാവരും ഡിസംബർ 1 ബാങ്കിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഞാൻ ആ ഡിസംബർ 1 ഞാൻ നവംബർ 30 ബിഡ് സബ്മിറ്റ് ചെയ്യാൻ ഇരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ആ ബിഡ് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അത് മാതാവ് കാരണമാണ് എനിക്ക് ആ ബിഡ് ടൈമിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഡിസംബർ 1 മുമ്പേ തന്നെ. ദിവസങ്ങളും കഴിഞ്ഞു. ഞാൻ 1 കോടി മൈൻഡിൽ ഇങ്ങനെ പിടിച്ച് നടക്കുക. 1 കോടിയുടെ എനിക്ക് വേണം ടേൺ ഓവറിന് വേണ്ടി. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഡിസംബർ 7 മാതാവുടെ ദിവസമാണ്. അപ്പം ഞാൻ എന്തോ ചോദിച്ചു, ഞാനൊരു ലോട്ടറി ടിക്കറ്റ് അങ്ങ് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു ഈ 1 കോടി കിട്ടാൻ വേണ്ടി വേറൊരു സാധ്യത കാണുന്നില്ല. ഇപ്പോൾ 24 days കൂടെ ഉള്ളൂ, 23 days. ഞാൻ പറഞ്ഞു അതിലൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഒരു ലോട്ടറി ടിക്കറ്റ് അങ്ങ് വാങ്ങിച്ചു. ആ ദിവസം ഞാൻ രാത്രി ഉറങ്ങിയപ്പോൾ പിറ്റേ ദിവസം വെളുപ്പിന് ഡിസംബർ 8 എനിക്കൊരു സ്വപ്നം ഞാൻ കണ്ടു. ഒരു വഴിയുണ്ട്, അത് നേരെ പോകുന്ന ഒരു റൗണ്ട് അബൌട്ടിലേക്കാണ്. ഇത് ഉള്ളൊരു സ്ഥലമാണ് ബഹ്റിനിൽ. ഞാൻ പോകുമ്പോൾ ഒരു 11 o'clock ഡയറക്ഷനിൽ എനിക്കൊരു സ്ത്രീ നിൽക്കുന്നത് കാണാം. ഇത് ഞാൻ ഈ കാണുന്ന സ്വപ്നം ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ എനിക്ക് ശരിക്കും ഇത് ഗ്രേ കളറിലായിട്ട് ഈ ലേഡി നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് ആ സ്ത്രീക്ക് എന്തോ ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് പോയിട്ട് ചോദിക്കണം ആ ലേഡിയോട് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും സഹായം വേണമെന്ന്. ഞാൻ അവിടെ എത്തുന്ന മുമ്പേ തന്നെ ആ ലേഡി വേറൊന്നുമല്ല, എൻ്റെ കൃപാസനം മാതാവായിരുന്നു. മാതാവ് എന്നോട് ചോദിച്ചു,
മോനെ നിനക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നടക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അപ്പം ഞാൻ വലിയ കാര്യത്തിൽ അത് പറഞ്ഞു, മാതാവേ ഇന്നലെ ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതൊന്ന് ജയിപ്പിച്ച് തരാൻ പറ്റുമോ? മാതാവ് എന്നോട് പറഞ്ഞു, അത് ഞാൻ തന്നാൽ പോരെ. ഈ 4 വേർഡാ മാതാവ് യൂസ് ചെയ്ത്. അപ്പം തന്നെ ഞാൻ റിപ്ലൈ തന്നു, അത് മതി. 2 വാക്കിൽ എൻ്റെ റിപ്ലൈയും തീർന്നു. അപ്പം തന്നെ ഞാൻ എണിച്ചു, ഞാൻ ഉണർന്നു. അപ്പം തന്നെ നോക്കിയപ്പോൾ 5 മണിയായി. രാവിലെ 5:30 റിസ്പെക്റ്റഡ് ഡോക്ടർ ഫാദർ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഉണ്ടായിരുന്നു, അതിൽ പാട്ടെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ എൻ്റെ ഫോണൊന്ന് ടേൺ ചെയ്തതാണ്. ഫോൺ നോക്കിയപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു വോയിസ് നോട്ടുണ്ട്, 3.25 മിനിറ്റ് ഉണ്ട്. സാധാരണ ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെ ഒരു വോയിസ് നോട്ട് അയക്കാറില്ല. ഞാൻ വോയിസ് നോട്ട് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട്, മോനെ ഞാനിപ്പോൾ രാവിലെ 5:30 ഇന്ത്യയിലായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ 5:30 പ്രേയറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് മയങ്ങിയതാണ്. അപ്പം ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാനൊരു ടേബിളിൽ ഒരു ഡ്രോ തുറന്നപ്പോൾ ഒരു സൈഡിൽ കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒത്തിരി ക്യാഷ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും അമ്മയോട് തന്നെ പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു, മാതാവെ കണ്ടു. മാതാവ് എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു അത് മതിയെന്ന്. ഇത് ഡിസംബർ 8-ാം തീയതി ആയിരുന്നു പ്രിയപ്പെട്ടവരെ. ഡിസംബർ 9-ാം തീയതി ഞാൻ ഓഫീസിലെത്തിയപ്പോൾ എനിക്ക് ഒരു ഓർഡർ വന്നിരിക്കുന്നു. അത് 1 കോടിയുടെ ഓർഡറായിരുന്നു. ഈ ഓർഡർ എനിക്ക് ഡിസംബർ 1-ാം തീയതി ഞാൻ അടിച്ച ടെൻഡറില്ലേ, അത് മാതാവ് എന്നെ റെസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല, എന്നെ പോയിട്ട് ആ ടെൻഡർ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ, ആ ടെൻഡറുടെ ഓർഡറായിരുന്നു 1 കോടി. ഡിസംബർ 31-ാം തീയതി വരുന്ന മുമ്പേ തന്നെ മാതാവ് എനിക്ക് ആ 1.5 കോടിയുടെ ടേൺ ഓവർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ കമ്പനി പ്രോഫിറ്റിലേക്ക് ടേൺ ആക്കി. ആ പ്രോഫിറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഖത്തറിൽ ഒരു എഞ്ചിനീയറെ ഹയർ ചെയ്തിട്ടുണ്ട്. പ്ലസ് ഞാൻ എൻ്റെ ഫാക്ടറിയിൽ ഒരു ടെക്നീഷ്യനും വച്ചിട്ടുണ്ട്. ഇത് 2ഉം അമ്മ മാതാവ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. അതുമാത്രമല്ല, എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് ഈ സാക്ഷ്യം ഇവിടെ മെയ് 1st വീക്കിൽ വന്ന് പറയാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പാസ്പോർട്ട് ജൂൺ 1st വീക്കിൽ തീരുന്നായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇത് ഞാൻ എൻ്റെ പാസ്പോർട്ട് ബഹ്റൈനിൽ തത്കാലിൽ എടുത്തോളാം, അത് 3 ദിവസത്തിൽ പാസ്പോർട്ട് കിട്ടും, കുഴപ്പമൊന്നുമില്ല. മെയ് 2-ാം തീയതി വന്നിട്ട് മാതാവിൻ്റെ ഈ സാക്ഷ്യം ഞാൻ പറഞ്ഞോളാമെന്ന്. പക്ഷേ മെയ് 2-ാം തീയതി ഞാനവിടെ എംബസിയിൽ പോയപ്പോൾ തത്കാലിന് വേണ്ടി അവർ പറഞ്ഞു, ഇത് നടക്കത്തില്ല, കാരണം നിങ്ങളുടെ വൈഫിൻ്റെയും പേര് ആഡ് ചെയ്യണം, പ്ലസ് ഫാദറിൻ്റെ പേരിൽ എന്തോ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോർമൽ വഴിക്ക് തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഏജൻസി വഴി ത്രൂ പോകണം. ഞാൻ ഏജൻസി വഴി ത്രൂ പോയി. അതിനുവേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി 3 ആഴ്ച എടുത്തു എനിക്ക്. ആ 3 ആഴ്ച അപ്പോയിൻമെൻറ്റ് കിട്ടി കഴിഞ്ഞിട്ടും ഏജൻസിയുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, അല്ല നിങ്ങൾക്ക് ഇത് എംബസിയിൽ തിരിച്ചു പോയിട്ട് വീണ്ടും കറക്ഷൻ ചെയ്ത് എടുക്കണം. കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ അപ്പം തന്നെ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് ആ കൗണ്ടറിൻ്റെ അവിടെ ഞാൻ സ്പ്രിങ്കിൾ ചെയ്തു. ഞാൻ മാതാവോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ആപ്ലിക്കേഷൻ ഒന്ന് അക്സെപ്റ്റ് ആയാൽ മതി, അക്സെപ്റ്റ് ആയാലും ഞാൻ ഇതിനു വേണ്ടി ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമേ. ആ അവസാനം വന്നിട്ട് അവർ എംബസിയിൽ ചെക്ക് ചെയ്തു. അവർ ചോദിച്ചു, ഇയാൾ എംബസിയിൽ വന്നിട്ടുണ്ടായിരുന്നോ? അവർ പറഞ്ഞു, യെസ് അവർ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ പേപ്പർ വർക്ക് പ്രൊസീഡ് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യം ആപ്ലിക്കേഷൻ അക്സെപ്റ്റായി, പേപ്പർ വർക്ക് പ്രോസസ്സായി. അവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ട് വണ്ടി ഓടിച്ച് ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഫോൺ വിളിച്ചിട്ട് എൻ്റെ അമ്മയോട് പറയാം, അമ്മ ഇങ്ങനെ ഞാൻ പാസ്പോർട്ടിന് വേണ്ടി പോയി, കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, പക്ഷേ കൃപാസനം മാതാവ് അവിടെ ഉണ്ടായിരുന്നു, ഞാൻ മാതാവിൻ്റെ ഉപ്പ് വെതറി എനിക്ക് അവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ കമ്പനിയുടെ ആ കമ്പൗണ്ടല്ല ആ ഏരിയയുടെ ഉള്ളിൽ അങ്ങ് എൻ്റർ ചെയ്തപ്പോൾ ആദ്യത്തെ ഒരു ട്രാഫിക് ലൈറ്റ് ഉണ്ട്. ആ ട്രാഫിക് ലൈറ്റ് ഞാൻ ഇതുവരെ ഒരിക്കലും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഞാൻ മറ്റവരെ കണ്ടിട്ടുണ്ട്, വണ്ടി അവർ റെഡ് ലൈറ്റ് ആയാലും ചാടി പോകുന്നുണ്ട്. പക്ഷേ ആ ദിവസം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈ മിസ്റ്റേക്ക് ഈ റെഡ് ലൈറ്റ് ഞാൻ ജമ്പ് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2 വണ്ടി വരുന്നുണ്ടായിരുന്നു. ആ വണ്ടി അപ്പം തന്നെ ഹോൺ അടിച്ചു. ഞാൻ റൈറ്റ് സൈഡിലേക്ക് നോക്കിയപ്പോൾ ഈ 2 വണ്ടിയെ ശരിക്കും എനിക്ക് കാണാം. ഞാനും ഹോൺ അടിച്ചു. ഞാൻ വിചാരിച്ചു അവർ ആ മിസ്റ്റേക്ക് അടിച്ച്, പക്ഷേ തെറ്റുകാരൻ ഞാനായിരുന്നു. അവിടെ എൻ്റെ മാതാവ് എന്നെ സംരക്ഷിച്ചു. മാതാവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ എന്ത് കാര്യത്തിന് വേണ്ടെങ്കിലും മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. ഞാൻ ഈ പാസ്പോർട്ട് കിട്ടി കഴിഞ്ഞിട്ടും ഞാൻ ജൂലൈ 1st വീക്കിൽ ഇവിടെ വരാനായിട്ട് ഇരുന്നതാണ്.
പക്ഷേ ഫസ്റ്റ് വീക്കിലും എനിക്ക് ഒത്തിരി ജോലി തിരക്കായി പോയി, എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, മാതാവേ എനിക്ക് ഒരു ഡേറ്റ് കാണിച്ചു കൊടുക്കുക, ഞാൻ എപ്പോൾ വരാൻ പറ്റും എനിക്ക് ഇത് ഉടമ്പടി പുതുക്കാനും സാക്ഷ്യം പറയാനും. മാതാവ് എനിക്ക് 31 കാണിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ജൂലൈ 31 ജൂലൈ 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ജൂലൈ 29 ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയില്ല ഗൾഫേരിൽ നിന്ന്. ഞാൻ വയ എമിറേറ്റ്സ് ടിക്കറ്റ് ബുക്ക് ചെയ്തു, പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫിൽ ചെയ്തു. ഞാനത് ഓക്കെ പറയാൻ വന്നപ്പോൾ എനിക്ക് എന്തോ മനസ്സ് പറയുന്നുണ്ട് ബുക്ക് ചെയ്യേണ്ടെന്ന ടിക്കറ്റ്. ഞാൻ അപ്പം തന്നെ അത് വിഡ്രോ ചെയ്തു. ജൂലൈ 31 എനിക്ക് ആണെങ്കിൽ എൻ്റെ ക്ലയൻറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. ഞാൻ അയച്ച പ്രോഡക്റ്റ് ഒന്നും ഫിറ്റ് ആവുന്നില്ല, അതെല്ലാം പ്രോബ്ലം ആയിക്കൊണ്ടിരിക്കുക, അത് റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ഇപ്പം തന്നെ സൈറ്റിൽ വരണം. ഞാൻ 31 ഇവിടെ കയറി വന്നെങ്കിൽ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. മാതാവിന് അത് അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാതാവ് പറഞ്ഞത് നീ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട. അത് ഞാൻ എങ്ങനെയോ അത് സോൾവ് ചെയ്തു ലാസ്റ്റ് മന്ത്. പക്ഷേ 31 മാതാവ് കാണിച്ച ഡേറ്റ് വളരെ ശരിയായിരുന്നു. കാരണം ഓഗസ്റ്റ് 30 ഞാനിവിടെ എത്തി. ഓഗസ്റ്റ് 31 ആയിരുന്നു ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയത്. ആ ദിവസം ഞാൻ എൻ്റെ നിയോഗം പുതുക്കുമ്പോൾ നമ്മൾ നിയോഗം വെക്കത്തില്ല. നിയോഗം ഇട്ടിട്ട് ഞാൻ മാതാവിൻ്റെ കയ്യിൽ തൊട്ടപ്പോൾ എൻ്റെ വായന്ന് അങ്ങ് ഇറങ്ങിപ്പോയി, മാതാവേ ഞാൻ അടുത്ത ആഴ്ച വന്നിട്ട് സാക്ഷ്യം പറഞ്ഞോളാമേ. സാധാരണ നമ്മൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാലേ നമ്മൾ പുതുക്കുക, അപ്പം തന്നെ നമ്മൾ സാക്ഷ്യം പറയാം. പക്ഷേ ഇതെനിക്കറിയില്ല എന്തോ സംഭവിച്ചു. അങ്ങനെ മാതാവിടെ അടുത്ത് കയ്യിലങ്ങ് തൊട്ടപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയി, അടുത്ത ആഴ്ച വന്നിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. അത് ഞാൻ കഴിഞ്ഞ ഈ 2 ദിവസം മുമ്പേ വീക്കെൻഡിൽ വന്നിട്ട് സാക്ഷ്യം പറയാനാണ് പോയത്. അപ്പം തന്നെ ഞാൻ നോക്കിയപ്പോൾ മാതാവിൻ്റെ വളരെ ഓസ്പീഷ്യസ് ഡേറ്റ് ഇന്നത്തെ സെപ്റ്റംബർ 8 ഞാൻ വിളിച്ചു. ഇത്രയും 3 വർഷമായിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്നും എൻ്റെ ബർത്ത്ഡേ ആയാലും ശരി, മാതാവിൻ്റെ ബർത്ത്ഡേ ഈശോയുടെ ബർത്ത്ഡേ ആയാലും ശരി, ഞാൻ എപ്പോഴും ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ ബർത്ത്ഡേയുടെ ദിവസം എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഒരു സാക്ഷ്യമായി തരാൻ പറ്റുവാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അത് ഞാൻ ഇന്ന് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആത്മീയമായ ജീവിതത്തിൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഈ 3 വർഷത്തിൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട്. ആദ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് പ്രയോറിറ്റി എൻ്റെ ഫ്രണ്ടായിരുന്നു, രണ്ടാമത്തെ എൻ്റെ ഫാമിലി, മൂന്നാമത്തെ സ്ഥാനം ദൈവത്തിനുണ്ടായിരുന്നു. അത് വളരെ തെറ്റായിരുന്നു. അത് ഞാൻ വളരെ വൈകി അറിഞ്ഞത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. കാരണം നമ്പർ 1 സ്പോട്ടിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ട് തന്നെ എന്നെ ചതിച്ചു. അവൻ്റെ സാക്ഷ്യം ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷ് സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിനും എൻ്റെ കൃപാസനം മാതാവിനെയും ആദ്യം നമ്പർ 1 പ്രയോറിറ്റി ആയിട്ടാണ് വച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലി, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഉള്ളൂ. ഞാൻ ബഹ്റിനിൽ നിന്ന് നാട്ടിലേക്ക് വന്നാലും ഞാൻ എൻ്റെ ഫാമിലിയെ കാണത്തില്ല. ഞാൻ വന്നിട്ട് ആദ്യം കൃപാസനം വന്നിട്ട് ഞാൻ നേരെ പോവാം. ഇന്നും ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇന്ന് രാവിലെ എത്തിയേ ഉള്ളൂ. ഇന്ന് രാത്രി 12 മണിക്ക് ഞാൻ വീണ്ടും ഇറങ്ങും എയർപോർട്ടിലേക്ക് ബഹ്റിനിലേക്ക് പോകാനായിട്ട്. ഫാമിലിയെ കാണുന്നില്ല, കാരണം ഫാമിലിയെ ഞാൻ മറ്റൊരു ദിവസം വന്നിട്ട് കണ്ടോളാന്ന്. പിന്നെ എൻ്റെ ആക്ട്സ് ഓഫ് മെർസിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്ത കാലം മുതൽ 2022 ഓൺലൈൻ എടുത്ത് കഴിഞ്ഞ മുതൽ ഞാൻ രോഗികളെ കാണുകയോ കാരുണ്യ പ്രവൃത്തി ചെയ്യോ പ്രേക്ഷ പ്രവൃത്തി ചെയ്യോ അത് ഞാൻ ഒരിക്കലും മുടക്കമായിട്ട് അങ്ങനെ വച്ചിട്ടില്ല. അത് കണ്ടിന്യൂസ് ഒരു ഫ്ലോ, അതെൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായി മാറിയിരിക്കുക. അത് 90 ദിവസത്തെ ഉടമ്പടിയല്ല, അത് എൻ്റെ ഒരു ജീവിതകാലം നടക്കാൻ പോകുന്ന ഒരു കണ്ടിന്യൂസ് അസോസിയേഷൻ ആയിരിക്കും. അത് മാതാവ് എനിക്ക് തന്ന ഒരു റിയൽ ഗൈഡൻസാണ്. ഞാനത് എൻ്റെ മരണം വരെ ഞാനത് കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നു. അവസാനമായിട്ട് എനിക്ക് ഇത്ര മാത്രം പറയാനുള്ളൂ. എനിക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും അമ്മയും ഈശോൻ്റെയും നാമത്തിന് മഹത്വപ്പെടുത്താനും അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള യോഗ്യത, അനുവാദം, അനുഗ്രഹം തരണമേ, അഭിഷേകം തരണമേ. ഇത്രയും ആഗ്രഹം നാം പ്രകടിപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ സാക്ഷ്യം അവസാനിക്കുന്നു. താങ്ക് യു. ആമേൻ.